Inverse trigonometry function വേറൊരു സെറ്റ് പ്രോപ്പർട്ടീസ് ആണ് ഒരേപോലത്തെ മൂന്നെണ്ണം. Sin inverse x plus cos inverse x equal to pi by 2 where x belongs to close interval minus 1 1. Sin inverseന്റെയും cos inverseന്റെയും ഡൊമെയിൻ ആണ് ഈ കിടക്കുന്നത്. അതുപോലെ tan inverse x plus cot inverse x equal to pi by 2 where x belongs to ഈ രണ്ടിന്റെയും ഡൊമെയിൻ x belongs to R. Cosec inverse x plus sec inverse x equal to pi by 2 where mod x greater than or equal to 1. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് പ്രോപ്പർട്ടീസ് ഒരേ പാറ്റേണിലുള്ള മൂന്ന് പ്രോപ്പർട്ടീസ് ആണ്. ഇതിൻ്റെയൊക്കെ പ്രൂഫ് ടെക്സ്റ്റിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ചുള്ള ചില ചോദ്യങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. അതിലൊന്നാമത്തത് ഫൈൻഡ് കോസ് ഓഫ് സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. കോസ് ഓഫ് സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ഇതിന്റെ വാല്യൂ കാണണമെങ്കിൽ വേറെ മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 കൂടെ തന്നിട്ടുണ്ട്. ഇതിന്റെ വാല്യൂ കാണണമെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഉപയോഗിക്കേണ്ടത്. നമുക്കറിയാം യൂസിങ് ദിസ് പ്രോപ്പർട്ടി ഇതിന്റെ എക്സ്പ്രഷൻ പൈ ബൈ 2 ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം? ഇറ്റ് ബിക്കംസ് കോസ് പൈ ബൈ 2 അല്ലേ? നൗ വി നോ ദാറ്റ് വാട്ട് ഈസ് കോസ് പൈ ബൈ 2? കോസ് 90 ഡിഗ്രി ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ജസ്റ്റ് ഈ റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ട് ആ പ്രോബ്ലം ചെയ്യാം. വേറൊന്ന് കോട്ട് ഓഫ് ടാൻ ഇൻവേഴ്സ് എ പ്ലസ് കോട്ട് ഇൻവേഴ്സ് എ. ഇതിന്റെ വാല്യൂ കാണാം. ഇവിടെ അല്ലേ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് പൈ ബൈ 2 ആണെന്ന് നമുക്കറിയാം അല്ലെ? അപ്പൊ ഈ എക്സ്പ്രഷൻ ഇതിന് പകരം നമുക്ക് കോട്ട് ഓഫ് ദിസ് ബിക്കംസ് പൈ ബൈ 2 ആൻഡ് വാട്ട് ഈസ് കോട്ട് പൈ ബൈ 2? ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു 0. ഈ റിസൾട്ട് ഡയറക്റ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ. വേറൊന്ന് ഇഫ് sin inverse 1 by 5 plus cos inverse x equal to 1. Find the value of x. ടെക്സ്റ്റിലുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സിന്റെ വാല്യൂ ആണ് കാണേണ്ടത് അല്ലെ? എക്സിന്റെ വാല്യൂ കാണാൻ നമുക്ക് എക്സ് വരുന്ന ഈ ഭാഗത്തിനെ അവിടെ നിർത്താം. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? sin inverse 1 by 5 plus cos inverse x equal to sin inverse of 1 എന്ന് എഴുതാം. ഓക്കെ, സൈൻ ഇൻവേഴ്സ് 1 നമ്മൾ നേരത്തെ പ്രിൻസിപ്പൽ വാല്യൂ കാണേണ്ട പ്രോബ്ലംസ് ഒക്കെ ചെയ്തതാണ്. സൈൻ ഇൻവേഴ്സ് 1 ഈസ് ഈക്വൽ ടു പൈ ബൈ 2 ആണ്. അപ്പോൾ വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് നോക്കാം, അല്ല മനസ്സിൽ കിട്ടുമെങ്കിൽ ആലോചിച്ചാലും പറ്റും. സൈൻ ഇൻവേഴ്സ് 1ന്റെ വാല്യൂ പൈ ബൈ 2 ആണ്. അപ്പോൾ നോക്കൂ, സൈൻ ഇൻവേഴ്സ് 1 by 5 പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു പൈ ബൈ 2 എന്ന് പറയുന്ന റിസൾട്ട് ഇതാ ഇതുപോലെയാണ് കിടക്കുന്നത്. അപ്പോൾ ഈ എക്സ് എന്താണോ അത് തന്നെയായിരിക്കണം ഈ എക്സ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ദിസ് ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു 1 by 5. ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷന്റെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ വേർ എക്സ് വൈ ലെസ് ദാൻ 1. ഇതേ പാറ്റേണിൽ ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ ഈക്വൽ ടു അതേപോലെ ഒരു പ്രോപ്പർട്ടിയും കൂടി ഉണ്ട്. പക്ഷെ പരീക്ഷയ്ക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ബേസ് ചെയ്തുള്ള ചോദ്യങ്ങൾ കാണാറുണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ ചില ചോദ്യങ്ങൾ ഇത് ബേസ് ചെയ്തിട്ട് ചെയ്യേണ്ട ചില ചോദ്യങ്ങൾ പരിചയപ്പെടുത്താണ്. ഒന്നാമത്തെ ചോദ്യം പ്രൂവ് ദാറ്റ് ടാൻ ഇൻവേഴ്സ് 1 by 2 പ്ലസ് ടാൻ ഇൻവേഴ്സ് 1 by 3 ഈക്വൽ ടു പൈ ബൈ 4. അപ്പോൾ നമുക്ക് ഈ റിസൾട്ട് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഇക്വേഷൻ എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക? LHS ഈക്വൽ ടു RHS എന്നുള്ള മെത്തേഡിൽ അല്ലെങ്കിൽ തിരിച്ച് ഒക്കെ ചെയ്യാം. ഇവിടെ LHSൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. LHS കിടക്കുന്നത് എങ്ങനെയാണ് നോക്കൂ. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ എന്നുള്ള ഫോമിലാണ്. ഓൾസോ എക്സ് വൈയുടെ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ മാത്രമേ ഈ പ്രോപ്പർട്ടി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സോ ഇവിടെ എക്സ് വൈ എത്രയാ? 1 by 2 into 1 by 3, അത് 1 by 6 ആണ്. 1 by 6 ക്ലിയർലി ലെസ് ദാൻ 1 ആണ്. അപ്പോൾ ആ കണ്ടീഷൻസ് ഒക്കെ അവിടെ സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് നമുക്ക് ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് ലെഫ്റ്റ് സൈഡ് ഈ രൂപത്തിൽ എഴുതാം. ഓക്കെ, അപ്പോൾ ഈ പാറ്റേണിൽ ഞാൻ ലെഫ്റ്റ് സൈഡിന് എഴുതി എന്താ വരിക നോക്കാം. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ, എക്സിന്റെ സ്ഥാനത്ത് 1 by 2 പ്ലസ് വൈയുടെ സ്ഥാനത്ത് 1 by 3 ബൈ 1 മൈനസ് എക്സ് ഇൻറ്റു വൈ 1 by 2 ഇൻറ്റു 1 by 3. ഇങ്ങനെ നമുക്ക് ലെഫ്റ്റ് സൈഡ് എഴുതാം യൂസിങ് ദിസ് പ്രോപ്പർട്ടി. ഇനി ഈ ടേം നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ എന്താ കിട്ടുക? ടാൻ ഇൻവേഴ്സ് ഓഫ് 1 by 2 പ്ലസ് 1 by 3. അപ്പോൾ നമുക്ക് കോമൺ ഡിനോമിനേറ്റർ 6 ആക്കാം. ന്യൂമറേറ്ററിൽ ആരൊക്കെ വരും? 3 പ്ലസ് 2 വരും. ഇത്രയും അതിൻ്റെ ന്യൂമറേറ്റർ. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ഇത് 1 by 6 ആണ്.
ആ 6 കോമൺ ആക്കണമെങ്കിൽ എന്തൊക്കെ വരും? 6 minus 1 divided by 6 എന്നാവും. ഈ രൂപത്തിൽ നമുക്ക് മാറ്റി എഴുതാം. അപ്പം ഇങ്ങനെ മാറ്റി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ 6കളെ നമുക്ക് കട്ട് ചെയ്യാം, രണ്ടിൻ്റെ ഡിനോമിനേറ്റേഴ്സ്. അല്ലെങ്കിൽ ഇത് തിരിച്ചിടുമ്പോൾ 6 മേലെ വരും. എങ്ങനെയായാലും കുഴപ്പമില്ല, തിരിച്ചിടണമെന്നൊന്നുമില്ല, അവിടെ തന്നെ കട്ട് ചെയ്താലും മതി. അപ്പോൾ ഈ 6 കളഞ്ഞു. ബാക്കി നമുക്ക് അവിടെ എന്താ കിട്ടുന്നത് നോക്കാം. tan inverse of 3 plus 2 is 5 divided by 6 minus 1 is 5. അപ്പോൾ tan inverse of 1 എന്ന് കിട്ടി. നമ്മൾ നേരത്തെ കണ്ടതാണ് tan inverse 1 എന്ന് പറഞ്ഞാൽ the value is pi by 4. നമ്മൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. tan inverse 1ന്റെ വാല്യൂ കിട്ടാൻ tan of എന്ത് ആംഗിൾ ആണ് 1 ആലോചിക്കുക, ഇൻവേഴ്സിന്റെ രീതിയിൽ ആലോചിക്കുക. So the answer is pi by 4. Pi by 4 ആണ് നമുക്ക് RHS ഉള്ളത്. So we can write equal to RHS. That's പ്രൂവ് ചെയ്യുന്ന മെത്തേഡാണ്. LHS equal to തുടങ്ങിയാൽ നമ്മൾ അവസാനിപ്പിക്കേണ്ടത് RHSലാണ്. Okay, so this is the first question based on this property. ഇനി നമുക്ക് ഇതേ പ്രോപ്പർട്ടി ബേസ് ചെയ്തിട്ടുള്ള വേറൊരു ചോദ്യം നോക്കാം. ചോദ്യം ടെക്സ്റ്റിലുള്ള ഒരു ചോദ്യമാണ്. 2 tan inverse 1/2 plus tan inverse 1/7 equal to tan inverse of 31/17. നേരത്തെ പോലെ ചെയ്യേണ്ട ഒരു പ്രോബ്ലം ആണ്. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഒന്നാമത്തെ ടേം 2 tan inverse 1/2 ആണ്. നമുക്കറിയാം 2xനെ നമുക്ക് x plus x എഴുതാലോ. അതേപോലെ ഈ LHSനെ ഞാൻ ആദ്യം തന്നെ tan inverse 1/2 plus tan inverse 1/2 എഴുതുന്നു. 2x എന്നുള്ള ഫോമിലാണ് അതിനെ രണ്ട് ടേം ആക്കിയിട്ട് മാറ്റി എഴുതി. പ്ലസ് മൂന്നാമത്തെ ടേം അങ്ങനെ തന്നെ ആക്കി എഴുതാണ് tan inverse 1/7. അപ്പോൾ 2 tan inverse xനെ 2 tan inverse 1/2നെ രണ്ട് ടേം ആക്കി മൂന്നാമത്തെ ടേം അങ്ങനെ തന്നെ എഴുതി. ഇനി നമുക്ക് ഇതങ്ങ് ചേർക്കാം. ഇവിടെ നമുക്ക് ഈ ഫോർമുല ഉപയോഗിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ടേമും ചേർത്ത് tan inverse of x plus y, ഇവിടെ അത് 1/2 plus 1/2 by 1 minus xy, അതിന് പകരം 1/2 into 1/2. അപ്പോൾ ഈ രണ്ട് ടേമും നമ്മൾ ഒരു ടേം ആക്കി. തൽക്കാലം നമുക്ക് മറ്റേ ടേമിനെ അങ്ങനെ തന്നെ എഴുതാം. ആ ടേം അങ്ങനെ തന്നെ ആക്കി എഴുതാം. Now we have to simplify the first part. അപ്പോൾ എന്താ കിട്ടുക? tan inverse of അര പ്ലസ് അര നമുക്കതറിയാം 1 ഡിവൈഡഡ് ബൈ ഇവിടെ എങ്ങനെയാ കിട്ടുക? 2 into 2 4, 4 minus 1/2 എന്ന് കിട്ടും. 4 minus 1/4 പ്ലസ് tan inverse of 1/7. ഇനി ഈ 1 ഡിനോമിനേറ്റർ എന്താ വരിക? 3/4 ആണ്. 1/3/4 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സെയിം ആസ് 4/3. തിരിച്ചിട്ടാൽ മതി. അപ്പൊ ഇതിന് പകരം 4/3 ആക്കി പ്ലസ് tan inverse of 1/7. ഇപ്പോൾ വീണ്ടും ഇതേത് ഫോമിലെത്തി? tan inverse x plus tan inverse y എന്ന ഫോമിലെത്തി. എഗെയിൻ നമ്മൾ അതേ റിസൾട്ട് തന്നെ ഉപയോഗിക്കാം. ഇതിന്റെ ബാക്കി ഞാൻ ഇവിടെ എഴുതാം. tan inverse of x plus y. ഇപ്പോൾ നമുക്ക് xന്റെ സ്ഥാനത്ത് 4/3 പ്ലസ് yക്ക് പകരം 1/7 ഡിവൈഡഡ് ബൈ 1 minus 3/4 into 1/7. നേരത്തെ ഉപയോഗിച്ച അതേ ഫോർമുല ഒരു തവണ കൂടി ഉപയോഗിക്കേണ്ടി വരുന്നു. ഇനി ഈ നമ്പർ എല്ലാം കൂടെ ചേർക്കണം. അപ്പൊ എന്താ കിട്ടാൻ നോക്കാം. tan inverse of ഇവിടെ ഡിനോമിനേറ്റർ നമുക്ക് 7 into 3 21 ആയിട്ട് എടുക്കാം. ന്യൂമറേറ്ററിൽ 4 into 7 28 plus 1 into 3 3. 21 ആണ് ഡിനോമിനേറ്റർ. ഡിവൈഡഡ് ബൈ ഇനി ഇവിടെ 7 into ഇവിടെ എഴുതിയത് തിരിഞ്ഞു പോയി. 4/3 അല്ലേ വരേണ്ടത്, മാറ്റി എഴുതാണ്. ഇനി നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ tan inverse of ഇതിന്റെ 7 into 3 ആണ് ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ന്യൂമറേറ്ററിൽ 28 plus 3 ഡിവൈഡഡ് ബൈ 3 ന്യൂമറേറ്റർ. ഇനി ഈ ഡിനോമിനേറ്റർ അവിടെ 21 തന്നെ ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കാം 7 into 3നെ. അപ്പോൾ 1 into 21 ദാറ്റ് ഈസ് 21 minus 4 എന്നും വരും. ഇത്രയാണ് അതിന്റെ സിംപ്ലിഫിക്കേഷൻ വരും. Now we can cancel these two 21s. ബാക്കി എന്തൊക്കെയാ വരിക നോക്കാം. tan inverse of 28 plus 3 is 31 divided by 21 minus 4 is 17. അതാണ് നമുക്ക് RHS ൽ ഉണ്ടായിരുന്നത്. So we got the RHS. ഓക്കെ, ഈ രണ്ട് പ്രോബ്ലം ഏകദേശം ഒരേപോലെയാണ്. ഇവിടെ 2 tan inverse 1/2നെ നമ്മൾ ആദ്യം രണ്ടാക്കിയിട്ട് എഴുതി. ഇതേ റിസൾട്ട് ആദ്യം ഉപയോഗിച്ചു, വീണ്ടും അതേ റിസൾട്ട് ഒരിക്കൽ കൂടി ഉപയോഗിക്കേണ്ടി വന്നു. സെയിം പാറ്റേണിലുള്ള ഒരു ചോദ്യമാണ്. അടുത്തത് tan inverse x minus 1 by x minus 2 plus
tan inverse x plus 1 by x plus 2 equal to pi by 4 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സിന്റെ വാല്യൂ ആണ്. സോ ഹിയർ ഓൾസോ ലെഫ്റ്റ് സൈഡ് കിടക്കുന്നത് tan inverse x plus tan inverse y എന്നുള്ള ഫോമിലാണ്. സോ അതിന്റെ പ്രോപ്പർട്ടി ആ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് അതിനെ ഉപയോഗിച്ചാൽ കമ്പൈൻ ചെയ്താൽ tan inverse ഓഫ് ന്യൂമറേറ്ററിൽ x plus y, ഇവിടെ അതിന് പകരം x minus 1 by x minus 2 plus x plus 1 by x plus 2, x plus y by 1 minus x into y, അതിന് പകരം x minus 1 by x minus 2 into x plus 1 by x plus 2. നേരത്തെ പ്രോപ്പർട്ടി തന്നെയാണ് ഉപയോഗിച്ചത്. ഇനി നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം. സോ tan ഇൻവേഴ്സ് ഓഫ് ഇവിടുത്തെ ഡിനോമിനേറ്റർ x minus 2 into x plus 2 ആണ്. ഇവിടെ നമ്മൾ കോമൺ ഡിനോമിനേറ്റർ ആക്കേണ്ടത് x minus 2 into x plus 2 ആണ്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോകുന്ന നേരത്തെ പ്രോബ്ലത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഞാൻ ഇവിടെ അത് ക്യാൻസൽ ചെയ്ത് പോയതായിട്ട് കണക്കാക്കുന്നു. ന്യൂമറേറ്ററിന്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിന്റെ ന്യൂമറേറ്ററും മാത്രമേ എഴുതുന്നുള്ളൂ. നമുക്ക് നോക്കാം എന്തൊക്കെയാ വരിക എന്ന്. ഇതിന്റെ ന്യൂമറേറ്ററിൽ വരിക x minus 1 into x plus 2 പ്ലസ് പിന്നെ വരാൻ പോകുന്നത് x minus 2 into x plus 1. The whole divided by x minus 2 into x plus 2 ഞാൻ എഴുതുന്നില്ല. അത് ഇവിടെ അതേപോലെ വരും. അത് ക്യാൻസൽ ചെയ്ത് പോയതായിട്ട് കണക്കാക്കാം. ഡിവൈഡഡ് ബൈ ഇനി ഡിനോമിനേറ്ററിൽ x minus 2 into x plus 2 into 1 ആണ് എടുത്തത്. അതവിടെ വന്നു മൈനസ് ഈ രണ്ട് ടേം x minus 1 into x plus 1. ഇത്രയുമാണ് അവിടെ ബാക്കി വരിക. ഡിനോമിനേറ്റേഴ്സ് രണ്ട് കട്ട് ചെയ്ത് പോയതായിട്ട് കണക്കാക്കുന്നു. ബാക്കിയുള്ളതാണ് എഴുതിയിട്ടുള്ളത്. ഇനി ഈക്വൽ ടു പൈ ബൈ 4 എന്ന് തന്നിട്ടുണ്ട് അല്ലെ. LHS ഈക്വൽ ടു നല്ല തുടങ്ങേണ്ടത് ഈ ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷനെ നമ്മൾ ഈ രൂപത്തിലാക്കി. അഗൈൻ ദിസ് ഇസ് ഈക്വൽ ടു പൈ ബൈ 4. ഈ ഇക്വേഷൻ ഈക്വൽ ടു പൈ ബൈ 4. ഇനി നമുക്ക് ഈ എക്സിന്റെ ഭാഗം സിംപ്ലിഫൈ ചെയ്യണം. അപ്പൊ നോക്കാം. tan ഇൻവേഴ്സ് ഓഫ് x into x, x സ്ക്വയർ പ്ലസ് x into 2, 2x, ഇനി മൈനസ് 1 കൊണ്ട് അപ്പോൾ മൈനസ് എക്സ് മൈനസ് 2. ഇനി ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2x മൈനസ് 2 ഡിവൈഡഡ് ബൈ x minus 2 into x plus 2 is x square minus 4, a minus b into a plus b 4 മൈനസ് ഇത് x minus 1 into x plus 1, x square minus 1 ഈക്വൽ ടു പൈ ബൈ 4 എഴുതാം. ഓക്കെ, ഇനി ഇതെല്ലാം കൂടെ ചേർക്കാൻ പറ്റുമോ നോക്കണം. അപ്പൊ ഞാൻ മേലത്തെ സ്റ്റെപ്പ് മാറ്റിയാണ്. This implies tan inverse of x സ്ക്വയറും x സ്ക്വയറും ചേർത്താൽ 2x സ്ക്വയർ എന്ന് എഴുതാം. 2x സ്ക്വയർ. ഇനി ഈ പ്ലസ് 2xും ഈ മൈനസ് 2xും ക്യാൻസൽ ആവും. മൈനസ് എക്സും പ്ലസ് എക്സും ക്യാൻസൽ ആവും. മൈനസ് 2 ആൻഡ് മൈനസ് 2 ബിക്കംസ് മൈനസ് 4 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ഈ എക്സ് സ്ക്വയർ ക്യാൻസൽ ആവും. മൈനസ് 4ഉം പ്ലസ് 1ഉം ചേർത്താൽ മൈനസ് 3 ഈക്വൽ ടു പൈ ബൈ 4 എന്നായി. ഇനി നമുക്ക് ഈ ടാൻ ഇൻവേഴ്സിനെ എവിടെ നിന്ന് മാറ്റാം. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 2x സ്ക്വയർ മൈനസ് 4 ബൈ മൈനസ് 3 ഈക്വൽ ടു ടാൻ പൈ ബൈ 4 എന്നാവും. And we know that tan pi by 4 is equal to 1. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. മൈനസ് 3 ഇതാ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. സോ 2x സ്ക്വയർ മൈനസ് 4 ഈക്വൽ ടു മൈനസ് 3 എന്നായി. അതിൽ നിന്നും 2x സ്ക്വയർ ഈക്വൽ ടു ഈ മൈനസ് 4 ഇങ്ങോട്ട് വന്നാൽ പ്ലസ് 4 മൈനസ് 3 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അതിൽ നിന്നും x സ്ക്വയർ ഈക്വൽ ടു 1 by 2 എന്ന് കിട്ടും. സോ ദാറ്റ് x is equal to പ്ലസ് ഓർ മൈനസ് 1 by root 2. അപ്പോൾ ഈ പ്രോബ്ലം നമ്മൾ നേരത്തെ പോലെ ആ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. ഇതേപോലെ ടെക്സ്റ്റിലും മിസ്ലേനിയസ് എക്സസൈസിലും അല്ലാതെയും ഒക്കെ കുറേ പ്രോബ്ലംസ് ഉണ്ട്. അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നിങ്ങളെ പരിചയപ്പെടുത്താനുള്ളത് ഈ ടൈപ്പ് പ്രൂവ് ദാറ്റ് എന്നുള്ള ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ നമുക്ക് നോക്കാം. 3 sin inverse x equal to sin inverse 3x minus 4x cube എന്ന് തെളിയിക്കണം. അപ്പോൾ ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അതിൽ ഇൻവേഴ്സിന്റെ ഭാഗം ഏറ്റവും ചെറുതായിട്ട് വരുന്നൊരു ടേം ഇതാണ്. സോ ലെറ്റ് us take y is equal to sin inverse x. ഇൻവേഴ്സിന്റെ ഡെഫിനിഷൻ ഉപയോഗിച്ചാൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? sin y equal to x എന്ന് എഴുതാം. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതിന്റെ RHSൽ നമ്മൾ എക്സിന് പകരം sin y എന്ന് കൊടുക്കാം. സോ RHS becomes sin inverse of 3x ന് പകരം sin y minus 4x cube, that is sin cube y. ഇവിടെയും നിങ്ങൾക്ക് കഴിഞ്ഞ കൊല്ലത്തെ ഫോർമുലാസ് അറിയണം.
ഇത് സൈൻ 3y എക്സ്പ്രഷനാണ്. ദിസ് എക്സ്പ്രഷൻ ഈസ് ഓഫ് സൈൻ 3y. അതറിഞ്ഞാൽ മാത്രമേ ഇങ്ങനത്തെ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. സോ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 3y എന്ന് എഴുതാം. ഇത് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് എന്നുള്ള ഫോമിലാണ്. സോ ദ റിസൾട്ട് ഈസ് 3y and it is equal to 3 into y. y നമ്മൾ കൊണ്ടുവന്ന എക്സ്പ്രഷൻ ആണ്. എന്തിനാണ് നമ്മൾ y എന്ന് കൊടുത്തിരുന്നത്? സൈൻ ഇൻവേഴ്സ് എക്സ്. അത് അവർ തിരിച്ചു കൊടുക്കുക. സോ ദാറ്റ് നമ്മൾ എവിടെ എത്തി? ഇറ്റ് ഈസ് ഈക്വൽ ടു LHS എന്ന് പറ്റി. അപ്പൊ ഇങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസും ഇടയ്ക്ക് വരാറുണ്ട്. അപ്പൊ രണ്ടാമത്തെ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യാന്ന് ആലോചിച്ചോളൂ. കോസ് ഇൻവേഴ്സ് എക്സ് ആണ് ഇവിടെ ഏറ്റവും സിമ്പിൾ ആയിട്ട് വരുന്നത്. സോ യു ക്യാൻ ടേക്ക് y ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ്. അപ്പൊ ഇതുപോലെ കോസ് y ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും. ഇവിടെ എക്സിന് പകരം RHS കോസ് y കൊടുത്താൽ കോസ് ഇൻവേഴ്സ് ഓഫ് 4 cos cube y മൈനസ് 3 cos y എന്നാവും. അത് കോസ് 3y എക്സ്പ്രഷൻ ആണ്. കോസ് ഇൻവേഴ്സ് കോസ് 3y കിട്ടും. ഇറ്റ് ഈസ് ഈക്വൽ ടു 3y. അവിടെ yക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇറ്റ് ഈസ് കോസ് ഇൻവേഴ്സ് എക്സ് ആൻഡ് വി ഗോട്ട് ദ LHS. അപ്പം ഇത്രയുമാണ് ഞാൻ വളരെ ചുരുക്കിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാ പ്രോപ്പർട്ടീസും ഏകദേശം കവർ ആക്കിയിട്ടുണ്ട്. ഇതിൽ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഈക്വൽ ടു ആ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ബാക്കിയുള്ളതൊക്കെ ടെക്സ്റ്റിലുള്ള എക്സസൈസിലെ ചോദ്യങ്ങൾ പരമാവധി ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ഓക്കെ.